എറണാകുളം പാരിയത്തുകാവ് ഉന്നതി ഒഴിപ്പിക്കൽ നാളെ പൂർത്തിയാക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. എന്നാൽ പുനരധിവാസം സാധ്യമാക്കാതെ കുടിയൊഴിപ്പിക്കില്ല എന്ന് ആവർത്തിക്കുകയാണ് ഉന്നതി നിവാസികൾ. അതേസമയം പ്രദേശവാസികളുമായി ചർച്ച നടത്താൻ മന്ത്രി റോജി എം ജോണിനെയും വി.പി. സജീന്ദ്രൻ എം.എൽ.എയും മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി. കോടതിയോട് സാവകാശം ചോദിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നീക്കം നടത്തുന്നുണ്ട്. പാരിയത്തുകാവിൽ നിന്ന് അരുൺ ശങ്കർ ചേരുന്നു. അരുൺ, വലിയ സംഘർഷത്തിലേക്ക് പോയതാണ് ഈ ഒഴിപ്പിക്കൽ നടപടി. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യത്തെ വെല്ലുവിളിയുമാണ് ഇത്. കോടതി ഉത്തരവാണ്, സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്ന് ഇറങ്ങണമെന്നുള്ള ഉത്തരവാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും പോലീസ് ഫോഴ്സ് സർക്കാരിന്റെ കീഴിലുള്ള ഫോഴ്സാണ്. അവിടെ ബലപ്രയോഗം ഉണ്ടായാൽ അത് സർക്കാരിനും വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക? തീർച്ചയായിട്ടും സർക്കാരിനെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഇത് ഈ സിവിൽ മാറ്റർ ആയതുകൊണ്ട് തന്നെ പോലീസിന് കോടതിയുടെ നിർദ്ദേശം അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് കഴിഞ്ഞ 15 തവണയും പോലീസിന് ഇവിടെ വരേണ്ടി വരുന്നതും. അതോടൊപ്പം തന്നെ അവകാശ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഈ പ്രതിഷേധക്കാരെ മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയതും. കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതിഷേധത്തിൻ്റെ ഒരു പ്രധാന കാരണം, അല്ലെങ്കിൽ പോലീസിനൊരു പ്രധാന കാരണം, പോലീസ് ഈ കുടിയൊഴിപ്പിക്കൽ നടത്തിയില്ലെങ്കിൽ കോടതി ഇലക്ഷൻ നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു ശക്തമായ നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ കുടിയൊഴിപ്പിക്കൽ. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ ഇടപെട്ടു എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. പക്ഷേ അത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നാളെ ഈ കുടിയൊഴിപ്പിക്കാനായിട്ട് പോലീസ് വരുന്നുണ്ട്. വന്നാൽ ഞങ്ങൾ മാറില്ല. അത് തന്നെ ഞങ്ങൾക്ക് ഇവിടെ കിടക്കണ്ടേ, ഞങ്ങൾക്ക് വേറെ ഒന്നും പോകാൻ ഇടമില്ല. ഇപ്പോൾ മുൻപത്തെ കൂട്ടല്ല, നാളെ കോടതി പറഞ്ഞേക്കുന്നത് നാളെ ഒഴിപ്പിക്കാൻ വരണം. അതോടൊപ്പം തന്നെ നാളെ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസവും തുടരണമെന്നുള്ളതാണ്, തിങ്കളാഴ്ച വരെ തുടരണമെന്നുള്ളതാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ പാവപ്പെട്ടവർ എന്തിനിങ്ങനെ നിർവധി കാണിക്കുന്നത്? അവർക്ക് വേറെ എന്തെങ്കിലും പറയാൻ പാടില്ലേ? ഞങ്ങൾക്ക് വേറെ എങ്ങും പോകാൻ സ്ഥലം ഉണ്ടായി പിന്നെ കുഴപ്പമില്ല. ഇനി ഇവിടുന്ന് മാറണേ, വർഷങ്ങളായി ഇവിടെ ജീവിക്കുന്നത്. പിന്നെ എന്തെങ്കിലും വേറെ തീരുമാനങ്ങൾ എടുക്കട്ടെ അവർ. സർക്കാർ ഒരു മന്ത്രിയെ നിയോഗിച്ചിട്ടുണ്ട് നിങ്ങളോട് ചർച്ച നടത്താനായിട്ട്, റോജി എം ജോണിനെ. അതോടൊപ്പം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ഇടപെടുമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രതീക്ഷയുണ്ടോ? ഞങ്ങൾക്ക് സമയം തരട്ടെ അവരും സമയമെടുത്ത് കണ്ടെത്തട്ടെ ഞങ്ങൾക്കുള്ള തീരുമാനം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ. വേറൊന്നും സർക്കാരിലാണ് ഈ ഒരു പ്രതീക്ഷ ഉള്ളത്. കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ പ്രതീക്ഷ ഉണ്ടോ? എല്ലാവരും തീരുമാനിക്കട്ടെ, അതാണ് ശരിയാതിൻ്റെ. അവർക്ക് അത്രേ പറയാൻ കഴിയുള്ളൂ. കാരണം കോടതിയുടെ ഭാഗത്തു നിന്ന് അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സർക്കാരാണ് ഒരു പ്രതീക്ഷയായിട്ട് മുന്നിലുള്ളത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ പോലീസ് നേതൃത്വം പറയുന്നത് ഇക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശമാണ് വരേണ്ടത്. അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് അഭിഭാഷക കമ്മീഷൻ നിർദ്ദേശം പാലിക്കുക മാത്രമേ വഴിയുള്ളൂ എന്നുള്ളതാണ്. ആ ഒരു ഇടപെടൽ, സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ്. എന്തായാലും നാളെ രാവിലെയോടുകൂടി വീണ്ടും അഭിഭാഷക കമ്മീഷൻ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തുകയും ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമാകും. കാരണം CPM രാഷ്ട്രീയമായി തന്നെ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിലായിരുന്നു സമരം നടന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ആർ ബിന്ദുവാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ നിന്ന് ഇവരെ കുടിയൊഴിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ഇവർക്ക് ശാശ്വത പരിഹാരമാണ് ഇവിടെ ഉണ്ടാകേണ്ടതെന്നും പറയുന്നു. കുറച്ച് സങ്കീർണമായ വിഷയം തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ച്. അതെങ്ങനെ പരിഹരിക്കും എന്നുള്ളത് വരും ദിവസങ്ങൾ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. എന്തായാലും ഒരു ഭാഗത്ത് നിയമം നടപ്പിലാക്കാനുള്ള ഏജൻസികൾ നിൽക്കുന്നു, മറുഭാഗത്ത് സർക്കാർ നിൽക്കുന്നു. ഇതിൻ്റെ രണ്ടുപേർക്കും ഇടയിലായിട്ട് ജനങ്ങളും നിൽക്കുകയാണ്, ആ 8 കുടുംബങ്ങൾ. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് അവരുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നത് ഈ 2 ഏജൻസികളും അല്ലെങ്കിൽ 2 വിഭാഗങ്ങളും ഏത് രീതിയിലാണ് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും.